ഹലോ, കീം 2023 പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ കഴിഞ്ഞ വർഷം ഓരോരോ കോളേജിൽ ഏത് റാങ്ക് വരെയാണ് കയറിയെന്ന് നോക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ വർഷത്തെ റാങ്ക് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാവുന്നതാണ്. സോ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയിട്ട് കാണുക. സോ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ് നോക്കുന്നത്. അതും 20,000 താഴെ റാങ്ക് വരുന്നവർക്ക് സിവിൽ എഞ്ചിനീയറിംഗിന് എവിടെയൊക്കെ സീറ്റ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും IHRDയും അതുപോലെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുമാണ് നമ്മൾ അതിൽ ചുരുക്കം സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മൾ നോക്കുന്നത്. 20,000 താഴെ റാങ്ക് വരുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 17,438 ആണ്. അവിടെ ലാസ്റ്റ് കയറിയിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന് കയറിയിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ്. കണ്ണൂർ 17,745 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. പിന്നെ ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക് കോട്ടയം, അതായത് RIT കോട്ടയത്ത് 17,566 റാങ്കാണ് അവിടെ കയറിയിട്ടുള്ളത്. MAC കോതമംഗലം അവിടെ 17,679 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. പിന്നെ NSS പാലക്കാട് 17,666 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. പിന്നെ GEC ശ്രീകൃഷ്ണപുരത്തിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. GEC തൃശ്ശൂർ 10,175 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. പിന്നെ വരുന്നത് TKM കൊല്ലമാണ്. TKM കൊല്ലം 12,354 ആണ് കയറിയിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടണിയിലാണ്. ബാർട്ടൺ ഹില്ല് 15,487 ആണ് ലാസ്റ്റ് കയറിയിട്ടുള്ളത്. പിന്നെ CETയിൽ 6,730 ആണ്, അതായത് 6,730 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. ബാക്കി IHRD കോളേജും അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ ഏകദേശം 20,000 എബോവ് റാങ്ക് ഉണ്ടെങ്കിലും സിവിൽ എഞ്ചിനീയറിങ്ങിന് കിട്ടും. സോ ഒരു 20,000 വരെ റാങ്ക് ഉള്ളവർക്ക് നല്ലൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. സിവിൽ എഞ്ചിനീയറിങ്ങും നല്ലൊരു കോഴ്സ് തന്നെയാണ്. റാങ്ക് കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് അത് മോശം കോഴ്സാണെന്ന് വിചാരിക്കേണ്ട, അത് നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നല്ലോണം ഉണ്ട്. റെയിൽവേയിലായാലും വാട്ടർ അതോറിറ്റിയിലാണെങ്കിലും അതുപോലെ PWD എല്ലായിടത്തും നല്ലോണം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ റാങ്ക് കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റേജ് കുറവാണെന്ന് വിചാരിക്കേണ്ട, നല്ല തന്നെയാണ്. സോ താങ്ക് യു.